ഓണാവധിയിൽ കള്ളി വെളിച്ചത്തായപ്പോൾ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓണാവധി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ജനം ടി വിക്കെതിരെ മന്ത്രി തിരിഞ്ഞത്. സമസ്തയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് പുറത്തു വന്നതോടെയാണ് മന്ത്രിയുടെ പ്രചരണം. അരമണിക്കൂർ സ്കൂൾ സമയം വർദ്ധിപ്പിച്ചതിൽ എതിർപ്പുന്നയിച്ച് സമസ്തയുമായി ചർച്ച നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വേനലവധി മാറ്റുന്നതിനുള്ള ചർച്ചയ്ക്ക് മന്ത്രി തുടക്കമിട്ടത്. ഇത് അന്ന് തന്നെ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സ്കൂളുകളിലെ വാർഷിക അവധി മാറ്റം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് മുൻപാകെ നിർദ്ദേശിച്ചത് മറ്റാരുമല്ല, പൊതുവേദിയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. നല്ല ചൂടുള്ള മെയ് മാസവും മഴയുള്ള ജൂൺ മാസവും ചേർത്ത് കുട്ടികൾക്ക് അവധി കൊടുക്കുന്നതാണ് നല്ലതെന്ന് കാന്തപുരത്തിൻ്റെ നിർദ്ദേശം. സ്കൂൾ അവധി ചർച്ചയും സമയമാറ്റവും പഠിക്കാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് സൂചന. ഇതടക്കം വാർത്തയായതോടെയാണ് ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ രംഗത്തെത്തിയത്. സ്കൂൾ സമയം മാറ്റത്തിലടക്കം സമസ്തയ്ക്ക് മുൻപിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഇതേ ആളുകളാണ് ഇപ്പോൾ നിലപാട് മാറ്റുന്നത്. സമസ്തയ്ക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങളിൽ കീഴടങ്ങിയത് പുറത്തു വന്നതോടെ ജനം ടി വിക്കെതിരെ പ്രചാരണവുമായി മന്ത്രി എത്തുകയായിരുന്നു. ഓണാവധി അടക്കം വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം വാർത്തയാക്കിയതിന് പിന്നാലെ ജനം ടി വിക്കെതിരെ മന്ത്രി എത്തി. അരമണിക്കൂർ സ്കൂൾ സമയം വർദ്ധിപ്പിച്ചതിൽ എതിർപ്പുന്നയിച്ച സംസ്ഥയുമായി ചർച്ച നടത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വേനലവധി മാറ്റുന്നതിനുള്ള ചർച്ചയ്ക്ക് മന്ത്രി തുടക്കമിട്ടത്. ഇത് അന്ന് തന്നെ സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഓണാവധിയിൽ മാറ്റം വന്നാൽ പരീക്ഷയും സ്കൂൾ അക്കാദമിക് കലണ്ടറിലും മാറ്റം സംഭവിക്കും. ഒപ്പം 3 തവണ നടത്തേണ്ട പരീക്ഷ സംസ്ഥയുടെ നിർദ്ദേശാനുസരണം 2 ആക്കേണ്ടി വന്നേക്കും. നിലവിൽ അവധി മാറ്റേണ്ട സാഹചര്യം ഇല്ലെന്നിരിക്കെയാണ് ഇത്തരമൊരു ആശയം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചത്. അതിൽ തുടക്കത്തിലെ സംസ്ഥ ഇടപെട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളും മഴയും വെയിലും പറഞ്ഞ് ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്നാണ് ആക്ഷേപവും ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.